വെൽക്കം ടു റസിയാസ് കിച്ചൻ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അവൽ വിളയിച്ചതാണ്. അപ്പം അതിനു വേണ്ടി ഞാൻ 125 ഗ്രാം മട്ട അവലാണ് എടുത്തിട്ടുള്ളത്. കട്ടിയുള്ള അവലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 കപ്പ് തേങ്ങ, 3/4 കപ്പ് പഞ്ചസാര, പിന്നെ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, പിന്നെ 1/4 കപ്പ് പൊട്ടുകടല, പിന്നെ നമുക്ക് പൊരിക്കാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ. മട്ട അവൽ 2 തരം ഉണ്ട് കേട്ടോ, കനം കൂടിയതും കനം കുറഞ്ഞതും. കനമുള്ള അവൽ വേണം എടുക്കാൻ, അതല്ലെങ്കിൽ നമ്മൾ പൊരിച്ച് കോരിയിട്ട് നമ്മൾ തേങ്ങയൊക്കെ ആയിട്ട് മിക്സ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകും. ഇനി നമുക്ക് അവലും പൊട്ടുകടലൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാനിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് പൊട്ടുകടല പൊരിച്ചെടുക്കാം. പൊട്ടുകടല ആദ്യം പൊരിക്കണം എന്താ വെച്ചാൽ നമ്മൾ അവൽ പൊരിച്ച് കഴിഞ്ഞാൽ എണ്ണയ്ക്കൊക്കെ ചെറുതായിട്ട് ഒരു കറുപ്പ് കളറ് വരും. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം തന്നെ പൊട്ടുകടല പൊരിച്ച് കോരുന്നത്. ഇപ്പോൾ പൊട്ടുകടലൊക്കെ മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം. ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. ഒരിച്ച് കോരിയിട്ട് ഞാൻ എണ്ണ പോകാൻ വേണ്ടിയിട്ട് ടിഷ്യൂ പേപ്പറിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവല് പൊരിച്ചെടുക്കാം. അപ്പോൾ ചൂടായ എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് പൊരിച്ചെടുക്കാൻ. നമ്മൾ കുറേശ്ശെ അവലായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അവലിങ്ങനെ മേലേക്ക് പൊന്തി വരും. അപ്പോൾ കുറച്ച് സമയം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇത് പെട്ടെന്ന് തന്നെ മൊരിഞ്ഞു കിട്ടും. ഇതുപോലെ നമുക്ക് ബാക്കി അവലും കൂടി പൊരിച്ചെടുക്കാം. ഇതിനെ അവൽ വിളയിച്ചതെന്നും അതുപോലെ തന്നെ അവൽ പൊരിച്ചതെന്നും പറയും കേട്ടോ. സാധാരണ നമ്മൾ അവല് വിളയിക്കാറ് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടെടുക്കും അവൽ, എന്നിട്ട് നമ്മൾ ശർക്കരയിലാണ് സാധാരണ അവൽ വിളയിക്കാറ്. ഇത് നമ്മൾ പൊരിച്ചിട്ട് പഞ്ചസാരയിലാണ് വിളയിക്കുന്നത്. ഞാനിപ്പോൾ അവൽ മുഴുവനും പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം എണ്ണ പോകാൻ വേണ്ടിയിട്ട് എല്ലാം ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റിയിട്ടുള്ളതാണ്. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി പാൻ നന്നായി ചൂടായി കഴിഞ്ഞാൽ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി ഇളക്കി കൊടുക്കാം. പാനൊക്കെ നന്നായി ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുക്കാം. ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കുറച്ച് സമയം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്കായിട്ട് കൊടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റമാണ്. അതുപോലെ തന്നെ ചെറുപഴമൊക്കെ കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ തേങ്ങയൊക്കെ കുറച്ച് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം കൂടി ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിൽ കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ആ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് ഒരു ഒട്ടുന്ന പരുവായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് അവൽ ചേർത്ത് കൊടുക്കേണ്ടത്. കറക്റ്റ് ആ ഒരു പാകം ശരിയായിട്ടില്ലെങ്കിൽ നമ്മൾ അവൽ തണുത്തു പോകും. ഞാൻ ബാക്കിയുള്ള വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
അപ്പോൾ പഞ്ചസാരയൊക്കെ മുഴുവനും അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നല്ല വറ്റി തേങ്ങയിലൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. നല്ലൊരു ഒട്ടുന്ന പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് തൊട്ട് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. തൊടുമ്പോൾ നമ്മളിങ്ങനെ തൊടുമ്പോൾ അത് നല്ല ഇങ്ങനെ ഒരു ഒട്ടുന്ന ഒരു പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള അവൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായി ഇളക്കി കൊടുക്കണം. ഞാൻ തേങ്ങയും പഞ്ചസാരയൊക്കെ നന്നായി അതിൻ്റെ മേലെ പിടിക്കുന്ന രീതിയിൽ നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 5-6 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ കുറച്ച് ഏലക്കാപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊട്ടുകടലിൻ്റെ കൂടെ കുറച്ച് അണ്ടിപ്പരിപ്പും വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ അവലിൽ മധുരമൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കുറച്ചൊന്ന് ചൂടാറുന്ന വരെ നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളുടെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള അവൽ വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കാം. കുറേ നാളിത് കേടുകൂടാതെ തന്നെ ഇരുന്നോളും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുവരെ റസിയാസ് കിച്ചൺ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.